കെ.പി. നൗഷാദ് അലി 80 സീറ്റുള്ള ഉത്തർപ്രദേശിൽ ഈ സമാജ്വാദി പാർട്ടിയുടെ ഫാമിലി പോക്കറ്റ് ബറോ എന്ന് പറയാവുന്ന 4 സീറ്റും പ്ലസ് റായ്ബറേലി 5 ബാക്കി 75 കിട്ടുമെന്ന ഉറച്ച ആത്മവിശ്വാസം BJP സംബന്ധിച്ചുണ്ട്. അങ്ങനെ ഉത്തർപ്രദേശിൽ 75 സീറ്റ് കിട്ടുന്ന ഒരു പാർട്ടി തിരിഞ്ഞു നോക്കേണ്ടി വരില്ല. ഉത്തർപ്രദേശിനെ സംബന്ധിച്ച് നമുക്കറിയാം, സഖ്യം RLDയെ പോലും BJPക്ക് സ്വന്തം പക്ഷത്ത് കൊണ്ടുവരാൻ സാധിച്ചു. BSP അവിടെ വോട്ട് സ്പ്ലിറ്ററായി പ്രവർത്തിക്കുന്നു. 20 മുസ്ലിം കാൻഡിഡേറ്റ്സിനെ നിർത്തിയിരിക്കുന്നു. SP-ക്ക് 4 മുസ്ലിം കാൻഡിഡേറ്റ്സേ ഉള്ളൂ എന്നോർക്കണം. മറ്റ് ഈ പറഞ്ഞ വോട്ട് കട്ടർമാരുണ്ട്. അതായത് BJP വിരുദ്ധമായി പോകേണ്ട എല്ലാ വോട്ടുകളും പല വഴിക്ക് ചിന്നിച്ചിതറാനുള്ള സാഹചര്യം അവിടെ ഉണ്ട്. ഇപ്പോഴും ജാറ്റവ് വോട്ട് ബാങ്ക്, ദളിതരുടെ വോട്ട് ബാങ്ക് മായാവതിക്ക് ഭദ്രമാണ്. അവർ ജയിച്ചാലും തോറ്റാലും മായാവതിയുടെ പാർട്ടിക്ക് എന്നുള്ള ആനയ്ക്കാണ് വോട്ട് എന്ന് പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. പിന്നെ റേഷൻ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. വനിതകളുടെ വോട്ട് വളരെ പ്രധാനമാണ്. ഇതൊക്കെ കൂടി കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 75 സീറ്റിലേക്ക് BJP എത്തിയാൽ പിന്നെ നമ്മൾ ഈ പറഞ്ഞ കാൽക്കുലേഷൻ നടത്തേണ്ട വല്ല കാര്യമുണ്ടോ? ഞാൻ UPയെ കുറിച്ച് രണ്ടാമത് പറയാം. ഞാൻ ആദ്യമായിട്ട് BJP കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയിച്ചു വന്ന സ്ഥലങ്ങളിലാണ് തെരഞ്ഞെടുപ്പ് എന്ന് ഇവിടെ സൂചിപ്പിക്കപ്പെട്ടല്ലോ. ഞാനൊരു കാര്യം പറയട്ടെ. ഇവിടെ രാജസ്ഥാനിൽ BJP ജയിച്ചു. അവിടെ നമ്മുടെ രാജാ സിന്ധ്യയെ അവിടെ വസുന്ധര രാജയെ അവിടെ സൈഡ് ലൈൻ ചെയ്തിട്ടാണ് പുതിയ മുഖ്യമന്ത്രി വന്നത്. ഛത്തീസ്ഗഡിൽ BJP ജയിച്ചു. അവിടെ രമൺ സിംഗിൻ്റെ പൊടി പോലും എടുക്കാനില്ല. മധ്യപ്രദേശിൽ BJP ജയിച്ചു. അവിടെ ശിവരാജ് സിംഗ് ചൗഹാനെ മാറ്റിയിട്ടാണ് പുതിയ മുഖ്യമന്ത്രി വന്നത്. ഈ മുഖ്യമന്ത്രിമാരൊക്കെ ആരൊക്കെയാണ് എന്ന് ആ സംസ്ഥാനത്തെ ജനങ്ങൾക്ക് പോലും അവരാകുന്നത് വരെ കൃത്യമായ പിടിയില്ലായിരുന്നു. ഹരിയാനയിലെ കാര്യം, അവിടെ 3 BJP അനുകൂല MLA-മാർ ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ പിന്തുണ പിൻവലിച്ചു. കോൺഗ്രസ് പാളയത്തിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. അവിടെ മനോഹർലാൽ ഖട്ടറിനെയും ഇതേപോലെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് ഇറക്കി വിട്ടതാണ്. അദ്ദേഹത്തിൻ്റെ അനന്തരവന്മാരടക്കം ഈ തെരഞ്ഞെടുപ്പിൻ്റെ മധ്യത്തിലാണ് കോൺഗ്രസിൽ ചേർന്നത്. ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ മാത്രം മതി BJPയുടെ സാധ്യതകൾ അവിടെ പിറകോട്ട് വലിക്കാൻ. പിന്നെ രാജസ്ഥാനിലും ഹരിയാനയിലൊക്കെ വലിയ കർഷകരുടെ വികാരമുണ്ട്. ആ വികാരമാണ് BJPക്ക് പലയിടങ്ങളിലും ക്യാമ്പയിൻ പോലും നടത്താൻ പറ്റാത്ത സ്ഥിതിവിശേഷം വരുത്തി വെച്ചിരിക്കുന്നത്. സ്ഥാനാർത്ഥികളുടെ വീടിന് മുമ്പിലൊക്കെയാണ് പന്തൽ കെട്ടി അവരുടെ നീക്ക് പോക്കുകൾ, ഇറക്കങ്ങളൊക്കെ തടസ്സപ്പെടുത്തുന്ന രീതിയിൽ കർഷകർ അവിടെയൊക്കെ സമരം നടത്തുന്നത്. പിന്നെ ഞാൻ ഒരു കാര്യം പറയുന്നത്, ഇത്തരമൊരു സാഹചര്യം ഇവിടെയൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ ഇതിനെ വളരെ കൃത്യമായിട്ട് രാഷ്ട്രീയമായിട്ടും BJPക്കകത്തുള്ള അന്തഛിദ്രവുമായിട്ട് കൂട്ടി വായിച്ചുകൊണ്ട് വേണം ആ സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പിനെ നോക്കിക്കാണാൻ. ഇത് 3 ലക്ഷത്തിനും 2.5 ലക്ഷത്തിനൊക്കെ വിജയിച്ചു എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അത്തരത്തിലുള്ള വിജയങ്ങളൊക്കെ എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. 84-ലുണ്ടായ വിജയമൊന്നും 89-ൽ കോൺഗ്രസിനുണ്ടായില്ല. 400 ചില്ലാനും സീറ്റുമായിട്ട് വന്ന കോൺഗ്രസ് 190 സീറ്റിലേക്ക് ചുരുങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ രാഷ്ട്രീയത്തിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് വെച്ച് അമിതാഹ്ലാദം വിശ്വാസമൊക്കെ പ്രകടിപ്പിക്കുക എന്ന് പറയുന്നത് ചുരുങ്ങിയ പക്ഷം വങ്കത്വമാണ്. ഇനി UPയിലെ പൊളിറ്റിക്സ് നമുക്കറിയാം. ഈ UP എന്നൊരു സംസ്ഥാനത്ത് SP കോൺഗ്രസ് അലയൻസിന് അവിടെ ആ അലയൻസ് വന്നതോടുകൂടി തന്നെ ഒരു 30% വോട്ടിൻ്റെ സപ്പോർട്ട് ആ മുന്നണിക്ക് അവിടെ വന്നു കഴിഞ്ഞു. അവിടെ മുസ്ലിം യാദവ മാത്രമാണ് ഞാൻ കൂട്ടുന്നത്. പിന്നെ നിങ്ങൾ പറഞ്ഞ ദളിത് വിഭാഗം അവിടെ 20% അതിൽ മായാവതിയുടെ പ്രത്യേക ജാതി ചമാർ വിഭാഗക്കാർ 12% മറ്റ് 8% അല്ലാത്ത ദളിത് വിഭാഗമാണ്. ആ വോട്ടുകളൊക്കെ ഈ ചമാർ വിഭാഗവും 8% വരുന്ന ഇതര ദളിത് വിഭാഗത്തിൻ്റെയൊക്കെ വോട്ടുകളിൽ ഭൂരിഭാഗവും വലിയ തോതിലുള്ള ആൻറ്റി ഇൻകംബൻസി വികാരത്തിലാണുള്ളത്. അത് വലിയ ശതമാനം ഈ SP കോൺഗ്രസ് അലയൻസിലേക്ക് വന്നു ചേരുമെന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് സംശയമില്ല. അവിടെ നിന്ന് പല ആളുകളും അത്തരത്തിലുള്ള നിഗമനങ്ങൾ നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ അവിടെ ഇതര പിന്നോക്ക OBC ഹിന്ദു സമുദായങ്ങളിൽപ്പെട്ട സ്ഥാനാർത്ഥികൾക്കാണ് SP വലിയ മുൻതൂക്കം നൽകിയിട്ടുള്ളത്. യാദവ പാർട്ടിയായിട്ടും 5-6 സീറ്റിനപ്പുറത്ത് യാദവർക്ക് സീറ്റ് നൽകിയിട്ടില്ല. മുസ്ലിങ്ങളുടെ എണ്ണവും 3-4 പരിമിതപ്പെടുത്തിയിട്ടുണ്ട്. ഇതര OBC ഹിന്ദു സമുദായങ്ങൾക്കാണ് അവിടെ സീറ്റുകൾ നൽകിയിട്ടുള്ളത്. ഒരു വലിയൊരു പോരാട്ടത്തിന് മണ്ണിൻ്റെ മകനായ അഖിലേഷ് യാദവ് മുമ്പിൽ നിന്നുകൊണ്ട് ഒരു യുദ്ധം അവിടെ നയിക്കുകയാണ്. അതിനെയൊക്കെ 4-5 സീറ്റിലേക്കൊക്കെ താഴ്ത്തിക്കെട്ടുന്നത് UPയിലെ BJP നേതാക്കൾ പോലും അംഗീകരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവിടെ എൻ്റെ അഭിപ്രായത്തിൽ ഈ മുന്നണി തീർച്ചയായിട്ടും ഒരു 30-ന് മുകളിൽ സീറ്റ് നിശ്ചയമായിട്ട് നേടുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. പക്ഷേ ഒരു കോൺഗ്രസ് പ്രവർത്തകൻ എന്ന നിലയിൽ ഞാൻ അതിലേറെയൊക്കെ അവകാശമൊക്കെ പെടാൻ ഞാൻ മുതിർന്നിട്ടുണ്ടെങ്കിലും ഇവിടെ ഞാൻ ഏറ്റവും കുറഞ്ഞ കണക്കാണ് പറയുന്നത്. നമ്മളൊരു യുക്തിസഹമായിട്ട് പ്രേക്ഷകർക്ക് കൂടി പഥ്യമാവുന്ന രീതിയിൽ നമ്മൾ കാര്യങ്ങൾ അവതരിപ്പിക്കണമല്ലോ. ഞാൻ അത്തരത്തിലാണ് UPയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. മഹാരാഷ്ട്രയിൽ നിന്ന് ശ്രദ്ധേയമായ
നിരീക്ഷണം. ഇവിടെ കോൺഗ്രസും BJP ഒക്കെ നിങ്ങൾ വിടൂ. ഛഗൻ ഭുജ്ബൽ എന്ന BJP പാളയത്തിലുള്ള ശിവസേനയുടെ നേതാവ് പറഞ്ഞിട്ടുണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ പവാറിനും ഷിൻഡേക്കും അനുകൂലമായിട്ടുള്ള ഒരു ജനകീയ വികാരമുണ്ട് എന്നുള്ളത്. അവിടെ 48 സീറ്റുള്ള ഇന്ത്യ രാജ്യത്തെ ഏറ്റവും അധികം സീറ്റുള്ള രണ്ടാമത്തെ സംസ്ഥാനമാണ് എന്ന് നിങ്ങൾ ഓർക്കണം. ഒരു സീറ്റ് മാത്രം ഇന്ത്യ മുന്നണി നേടിയ 40-ൽ 39 BJP സഖ്യം നേടിയ ബീഹാറിൽ 15 സീറ്റ് മുകളിൽ ഇന്ത്യ മുന്നണി നേടുമെന്നുള്ള കാര്യത്തിൽ അവിടുത്തെ BJP നേതാക്കൾക്ക് പോലും തർക്കമില്ല. ഇത്തരത്തിൽ ഇങ്ങനെ പാടെ കുറഞ്ഞു വന്നാൽ നിങ്ങൾ നിലവിൽ 4 സീറ്റുള്ള തെലങ്കാനയിൽ 2 കൂടുമ്പോൾ അവിടെ 2, ആന്ധ്രാപ്രദേശിൽ 2 കൂടിയാൽ അവിടെ 2, ഒറീസയിൽ 4 കൂടിയാൽ 4 അപ്പോൾ 8 ഇനി പറഞ്ഞ ബംഗാളിൽ 4 സീറ്റ് കൂടെ 8 4 12 ഈ 12 സീറ്റ് കൂടുമ്പോഴാണോ നിങ്ങൾ ഈ കണക്ക് കൂട്ടുന്ന 100-ലധികം സീറ്റുകളുടെ കുറവ് പരിഹൃതമാവുന്നത്? അതുകൊണ്ട് അഭിലാഷ് ഇവിടെ വളരെ കൃത്യമാണ് ഇതൊക്കെ. ഒരു കാര്യം കൂടി ഞാൻ പറയുന്നു, ഫ്രീ ആൻഡ് ഫെയർ തെരഞ്ഞെടുപ്പ് എന്ന സംജ്ഞയ്ക്ക് പരിക്കേറ്റിട്ടില്ലെങ്കിൽ BJP-ക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ വർഗീയ കലാപങ്ങൾ ഉണ്ടാക്കി കബന്ധങ്ങൾ വീഴ്ത്തി തെരഞ്ഞെടുപ്പ് ജയിക്കുന്നവരാണ്. അവർക്ക് ഈ വോട്ട് പെട്ടിയൊക്കെ അട്ടിമറിക്കുന്നതിന് ഒരു മനസാക്ഷി കുത്തും ഉണ്ടാവില്ല. അവർക്ക് ജനാധിപത്യത്തോട് തെല്ലുപോലും പ്രതിബദ്ധതയില്ല. അവരുടെ തട്ടിപ്പും തരികിടയൊക്കെ ഇതിനകത്ത് പ്രയോഗിക്കപ്പെടാതിരുന്നാൽ BJP ഈ പറഞ്ഞ നരേന്ദ്രമോദിയും ഒക്കെ വീട്ടിലിരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഫലം ഇന്ത്യ രാജ്യത്ത് ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അത്തരത്തിലാണ് ഈ രാജ്യത്തിൻ്റെ രാഷ്ട്രീയം പുരോഗമിക്കുന്നത്. അത്തരത്തിലാണ് കാറ്റ് വീശുന്നത്. ദിശ നമുക്ക് നൽകുന്ന എല്ലാ സൂചകങ്ങളും അത്തരത്തിലാണ്. അതിനകത്തൊരു തർക്കമില്ല.